ഇത്രയും ചർച്ചയാകുമ്പോൾ ഒരുപാട് പേർ ചോദിച്ചു, കൂടോത്രം എന്ന് പറഞ്ഞാൽ എന്താണ്, കൂടോത്രം എന്നൊന്നുണ്ടോ, ശത്രുക്കളെയൊക്കെ കൂടോത്ര പ്രയോഗത്തിലൂടെ തകർക്കാൻ സാധിക്കുമോ? ഇത്രയുമൊക്കെ ഇവരൊക്കെ വിശ്വസിച്ച്, ഇത്രയും പ്രായമായ മനുഷ്യരാണ് ഇതൊക്കെ ചെയ്യുകയും ഇതിൽ വിശ്വസിക്കുകയും അതിന് പരിഹാരം ചെയ്തുവെന്നൊക്കെ ഇപ്പോൾ തന്ത്രി തന്നെ റിപ്പോർട്ടറിലൂടെ പറയുന്നതാണ് പ്രേക്ഷകർ കേട്ടത്. ഇന്നത്തെ കാലത്ത് ഇത് വിശ്വസിക്കാത്ത ഒരു തലമുറ ഇവിടെയുള്ള സാഹചര്യത്തിലാണ് ഇതൊക്കെ നമ്മുടെ മുന്നിലേക്ക് വന്ന് വീഴുന്നത്. ജ്യോതിഷി ഹരി പത്തനാപുരം നമുക്കൊപ്പം ചേരുകയാണ്. ശ്രീ ഹരി പത്തനാപുരം, ഗുഡ് ഈവനിങ്. ഗുഡ് ഈവനിങ്. ശ്രീ ഹരി പത്തനാപുരം, താങ്കൾ ഇങ്ങനെ ആഭിചാര ക്രിയകൾ ചെയ്യാൻ പോകുന്ന ആളല്ല എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് താങ്കളോട് ചോദിക്കുന്നത്. ഇപ്പോൾ പല ഇടങ്ങളിൽ പോയി താങ്കൾക്ക് വിവരിക്കേണ്ടി വന്നിട്ടുമുണ്ടാകും, ഈ കൂടോത്രം വെച്ച് കഴിഞ്ഞാൽ ശത്രുക്കൾ നശിക്കുമോ, അങ്ങനെയൊക്കെ ശ്രമിക്കുന്നവരുണ്ടോ? അങ്ങനെ ശ്രമിക്കുന്നവരുണ്ട് എന്ന തെളിവുകൾ അല്ലെങ്കിൽ വിവരങ്ങൾ, അതായത് പരിഷ്കൃതരെന്ന് നമ്മൾ കരുതുന്ന ആളുകളൊക്കെ ഇതൊക്കെ ചെയ്തുകൊണ്ടേയിരിക്കുകയാണ് എന്ന കാര്യങ്ങൾ പുറത്തേക്ക് വരുമ്പോൾ എന്താണ് താങ്കൾക്ക് തോന്നിയത്? സുജയ, ശരിക്കും നമ്മൾ ഈ കണ്ടുപിടിച്ചതും ഇനി കണ്ടുപിടിക്കാൻ പോകുന്നതും എന്നുള്ളൊരു വ്യത്യാസമേ ഉള്ളൂ. വലിയ വലിയ ആളുകളൊക്കെ ഇതിൽ വല്ലാണ്ട് വിശ്വസിക്കുന്നുണ്ട്. ശരിക്കും ഹൈന്ദവ ഗ്രന്ഥങ്ങളിലൊക്കെ ഈ മന്ത്രവിധികളെ പറ്റിയും മന്ത്രത്തെ പറ്റിയും മന്ത്രവാദത്തെ പറ്റിയും ഒക്കെ നിരവധിയായിട്ടുള്ള ഗ്രന്ഥങ്ങളുണ്ട്. പലപ്പോഴും ഈ പലതരത്തിലുള്ള കാര്യങ്ങളും അതിൽ പ്രതിപാദിച്ചിട്ടുണ്ട്. പക്ഷെ നമ്മൾ ഒരു കാലഘട്ടത്തിൽ ആളുകളെ ഭയപ്പെടുത്താൻ വേണ്ടി ഉപയോഗിച്ചിരുന്ന ഉപാധികളാണ് എന്ന് മനസ്സിലാക്കേണ്ടത് ഈ ഹൈന്ദവ അല്ലെങ്കിൽ ഇത് കൈകാര്യം ചെയ്യുന്ന ആചാര്യന്മാരാണ്. ശരിക്കും ഒരാളെ ആഭിചാരം ചെയ്ത് നശിപ്പിക്കാൻ സാധിക്കുമെന്നത് മാനസികമായി തളർത്തുക എന്നുള്ള അർത്ഥത്തിലാണ്. ഇപ്പം ബഹുമാന്യനായ കെ സുധാകരൻ അദ്ദേഹത്തെ സംബന്ധിച്ച് ആഭിചാരം ചെയ്തു എന്നൊരു തോന്നൽ ഉണ്ടാക്കുകയും അവിടുന്ന് അത് എടുത്തു കൊടുക്കുകയും ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ട് അദ്ദേഹം മാനസികമായി തകരും. പിന്നീട് ജീവിതത്തിൽ ഉണ്ടാകുന്ന എല്ലാ നെഗറ്റീവുകളും ഇതുകൊണ്ടാണ് എന്ന് അദ്ദേഹം വിചാരിക്കും. അങ്ങനെ വിശ്വസിച്ചാലുള്ള പ്രശ്നം പിന്നെ അദ്ദേഹത്തിന് ഒന്നും ചെയ്യാൻ കഴിയില്ല. കാരണം ഇത് ചെയ്തത് കൊണ്ട് എന്നേക്കാൾ എന്തോ വലിയ ശക്തി എനിക്കെതിരെ പ്രവർത്തിക്കുന്നുണ്ട് എന്നൊരു തോന്നൽ ഉണ്ടായാൽ നേരിട്ടുള്ള ശത്രുവാണെങ്കിൽ നേരിടാൻ കഴിയും, അല്ലാത്ത ശത്രുവിനെ ഇത് പിടിച്ചു കെട്ടാൻ ചിന്തിക്കും. ഏറ്റവും തമാശ, നമ്മളിത് നോർത്ത് ഇന്ത്യയിൽ വല്ലതും ഇങ്ങനൊരു കഥകൾ കേട്ടിരുന്നെങ്കിൽ നമ്മളെല്ലാവരും കൂടെ ഭയങ്കര പുച്ഛിച്ച് തള്ളിയേനെ. പക്ഷെ ഇവിടെ നമ്മുടെ കേരളത്തിൽ, ഇപ്പൊ കേരളം എന്ന് പറയാതെ പെട്ടെന്ന് ഇതെന്ന് പറഞ്ഞാൽ നമ്മൾ പറയുന്നതെല്ലാം നോർത്ത് ഇന്ത്യയിൽ നടക്കുന്നതാണെന്ന്. കേരളത്തിൽ ഇങ്ങനെ പ്രത്യേകിച്ച് നമ്മളുടെ ജനപ്രതിനിധികളായിട്ടുള്ള ആളുകൾ ഇതിൽ വിശ്വസിക്കുന്നു, അതെടുക്കാൻ വേണ്ടി ആളുകളെ കൊണ്ടു ചെല്ലുന്നു എന്നൊക്കെ പറയുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇത് ശരിക്കും ഒരു ഹിന്ദു ആചാരമാണ് എന്ന് ദയവായി ആരും തെറ്റിദ്ധരിക്കരുത്. ഇതൊരു അനാചാരമാണ്. ആഭിചാരം ചെയ്ത് ഒരാളെയും നശിപ്പിക്കാൻ ഒരാൾക്കും കഴിയില്ല. അങ്ങനെ നശിപ്പിക്കാൻ കഴിയുമെങ്കിൽ ഞാൻ പലയിടത്തും പറഞ്ഞു, കേരളത്തിൽ ആദ്യം നശിപ്പിക്കപ്പെടേണ്ട ഒരാൾ ഞാനാണ്. കാരണം ഞാൻ എല്ലാ ദിവസങ്ങളിലും എന്റെ പ്രോഗ്രാമുകളിൽ ഇത്തരം ചെയ്യുന്നത് തട്ടിപ്പാണ്, വിശ്വാസികൾ ഇത് വിശ്വസിക്കരുത്, നമ്മളുടെ ആചാരങ്ങൾ ഇതല്ല, ഇത് അനാചാരമാണെന്ന് പറയുന്ന ആൾ. അപ്പൊ മന്ത്രവാദികൾക്ക് എനിക്കെതിരെ ചെയ്യാൻ പ്രത്യേകിച്ച് ചെലവുകളൊന്നും ഇല്ല. ശ്രീ ഹരിപത്രാപുരം, എന്നെ കൂടി പേടിപ്പിക്കാതെ. ശ്രീ ഹരിപത്രാപുരം, ഞാനൊരു വിശ്വാസിയാണ്, പക്ഷേ ഇത്തരം കാര്യങ്ങളിലൊന്നും വലിയ വിശ്വാസമൊന്നുമില്ല. അപ്പോൾ ഇതൊക്കെ ഇതിനെക്കുറിച്ച് കുറെ നേരമായിട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ കഴിഞ്ഞ ദിവസം തൊട്ട് ഇത് വിമർശിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. അപ്പോൾ ഇനി വീടിന് ചുറ്റുമൊക്കെ കുഴിച്ചു നോക്കേണ്ടി വരുമോ? സുജയ, ഏറ്റവും വലിയ തമാശ, എന്റെ വീട്ടിൽ നിന്ന് എനിക്ക് പണ്ട് കിട്ടിയിട്ടുണ്ട് ഈ തകടൊക്കെ. അപ്പൊ ഞാൻ വിചാരിക്കുന്നത് അതെന്താ മാനസികമായി തളർത്താൻ വേണ്ടി ചെയ്യുന്നതാണ്. ഇത് വിശ്വസിക്കുന്ന ആളാണെങ്കിൽ സുജയ തീർച്ചയായിട്ടും തകരും. ഇപ്പൊ സുജയ താമസിക്കുന്ന വീടിന്റെ ഫ്രണ്ടിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ തകടുകൾ കുഴിച്ചിട്ട് ഒരു സാധനം കിട്ടിയാൽ സ്വാഭാവികമായിട്ട് സുജയെ പേടിക്കും. സുജയ ഒരു അറിയപ്പെടുന്ന ഒരു സെലിബ്രിറ്റി ആയിട്ടുള്ള ഒരാൾ, അദ്ദേഹത്തിന്റെ വീടിന്റെ പുൽത്തകടി ഉണ്ട് പിൻ സൈഡില്, അതിങ്ങനെ മാറിക്കിടക്കുന്നു. അദ്ദേഹം നോക്കുമ്പോൾ ചെറിയൊരു കുടം, അതിനകത്ത് കുറെ തകടുകളെല്ലാം കൂടെ കുഴിച്ചിട്ട് പുൽത്തകടി മാറിക്കിടക്കാണ്. ഇദ്ദേഹം എന്നെ വിളിച്ചു, വളരെ വിഷമത്തോടു കൂടി കുറെ ദൂരം പോകണം. ഞാനിങ്ങനെ യാത്ര ചെയ്ത് അദ്ദേഹത്തിന്റെ അവിടെ എത്തി, ഉച്ചയോടാണ് എത്തിയത്. അദ്ദേഹം ഇത് കാണിച്ചു തന്നപ്പോൾ ഞാൻ പറഞ്ഞു, ചേട്ടാ ആ പുൽത്തകടി ഇത്ര റിസ്ക് എടുത്ത് വന്നിട്ട് കുഴിച്ച് അത് ഇടാൻ പറ്റുന്ന ഒരാൾക്ക് തിരിച്ചതിലേക്ക് മാറ്റിയിടാനും പറ്റും. എന്ന് വെച്ചാൽ അതിന് അതേ പഴയ പടി വെച്ചാൽ ഇത് അറിയാൻ പോകുന്നില്ല. അപ്പൊ അവരുടെ ഉദ്ദേശം എന്താണ്? ഇത് താങ്കൾ അറിയുക എന്നുള്ളതാണ്. ഇത് അറിഞ്ഞാൽ എന്താ സംഭവിക്കുന്നത്? താങ്കൾ മാനസികമായി തകരും. പക്ഷെ ഇതെന്താണെന്നറിയോ സുജയ, ഇത് ഒരു വിഭാഗം വിശ്വാസികൾ ഇതങ്ങ് വിശ്വസിക്കും. ഇപ്പൊ ഞാനിത് പറയുമ്പോൾ താഴെ വരുന്ന കമന്റ്, നിനക്കിത് വിശ്വാസമില്ല, പിന്നെ നീ ഇതിൽ നിന്ന് വിട്ടുപോകും. കാരണം ജ്യോതിഷം എന്ന് പറയുന്നത്, ഹിന്ദു ആചാരം എന്ന് പറയുന്നത് ഇത്തരം ആഭിചാരങ്ങളും ഇത്ര ദുർമന്ത്രവാദവുമാണ് എന്ന് ചിലർ പഠിപ്പിച്ചു വെച്ചിട്ടുണ്ട്. അത് തെറ്റാണ്. ഹൈന്ദവ ആചാരങ്ങൾ ഇതല്ല, ഹൈന്ദവ ആചാരങ്ങളിൽ ഇതില്ല. അത് തന്നെയാണ് ശ്രീ ഹരിപത്തനാപുരം. കഴിഞ്ഞ ദിവസവും ഞങ്ങൾ മീറ്റ് ദ എഡിറ്റേഴ്സിൽ ഈ വിഷയം എടുത്തിരുന്നു. അപ്പോൾ ഞങ്ങൾക്ക് എല്ലാവർക്കും ഏക അഭിപ്രായമാണ്, അതായത് വിശ്വാസികളായ ആളുകളെ തെറ്റിദ്ധരിപ്പിക്കാൻ എളുപ്പമാണ്. ഇതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ശത്രുക്കൾ ഇല്ലാതാകും, ശത്രുത ഇല്ലാതാകും എന്ന് പറഞ്ഞുകൊണ്ട്, അല്ലെങ്കിൽ ശാരീരിക ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കാനാണ് ഇതൊക്കെ ചെയ്തിരിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ബഹുമാനപ്പെട്ട KPCC അധ്യക്ഷനെ കൊണ്ട് ഇതിന്റെ മറുക്രിയകൾ, അതെന്താണെന്ന് എനിക്കറിയില്ല, അതൊക്കെ ചെയ്തുവെന്നാണ് അത് ചെയ്ത തന്ത്രി തന്നെ ഇപ്പോൾ റിപ്പോർട്ടറിലൂടെ കുറച്ച് മുൻപ് വെളിപ്പെടുത്തിയത് താങ്കളും കേട്ട് കാണുമല്ലോ. അപ്പോൾ അതൊക്കെ ചെയ്ത് ഞാനിപ്പോൾ സേഫ് ആണ് എന്ന് സമാധാനത്തോടെ ഇരിക്കുകയാണ്. ചെയ്തയാളെ കണ്ടെത്തി അതിന് മറുക്രിയയും ചെയ്തു, എനിക്കിനി ഒരു കുഴപ്പവും ഉണ്ടാകില്ല. അങ്ങനെ ഒരു ആത്മവിശ്വാസം അദ്ദേഹത്തിന് കിട്ടുകയാണെങ്കിൽ അത് നല്ലതാണ്. പക്ഷേ അതിന് ആത്മവിശ്വാസത്തിനായി ചെയ്യുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത് നമുക്കങ്ങോട്ട് ഒരു സാധാരണ ബുദ്ധിക്ക് അങ്ങോട്ട് മനസ്സിലാക്കാൻ കഴിയുന്ന ഒന്നല്ല. അപ്പോൾ